നല്ലൊരു ബിരിയാണി പോട്ട് ഗിഫ്റ്റ് ആയിട്ട് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാത്തിന്റെ കൂടെ ഇതുപോലെ വരെ ഓഫേഴ്സും ഗിഫ്റ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ച ചിക്കനോ മീനോ 10 മണിക്കൂർ വരെ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. അതായത് ഏത് രീതിയിൽ താഴേക്ക് വീണാലോ ഇതിന്റെ ഗ്ലാസ് ഒന്നും പൊട്ടില്ല എന്നുള്ളത് ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ്. ഹായ് ഫ്രണ്ട്സ്, ഏകദേശം 35 വർഷത്തോളമായി ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക് സെയിൽസ് ഫീൽഡിൽ മുൻനിരയിലുള്ള സ്ഥാപനങ്ങളിൽ ഒന്നാണ് പിട്ടാപ്പള്ളി ഏജൻസീസ്. ഏകദേശം 75-ൽ കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള പിട്ടാപ്പള്ളി ഏജൻസിയുടെ കൊയിലാണ്ടി ബ്രാഞ്ചിന് മുമ്പിലാണ് നമ്മളുള്ളത്. ഇത് കൊയിലാണ്ടി ടൗണിൽ നിന്ന് വിട്ടിട്ട് എവിടെയാണ് സ്ഥലം? 14 മൈൽസിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. അത്യാവശ്യം പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ ഇവിടെ നിലവിൽ എന്തൊക്കെയാണ് ഓഫേഴ്സ്, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഉള്ളത് നമുക്ക് അകത്ത് കയറിയിട്ട് ഷോറൂമിനകത്ത് കയറിയിട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിനി ഷോറൂമിൻ്റെ അകത്തേക്ക് പോവാം. അപ്പോൾ കയറുമ്പോൾ തന്നെ പിട്ടാപ്പള്ളിൻ്റെ ഓഫറാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അതായത് മൺസൂൺ മാജിക് 50% ഡിസ്കൗണ്ട് നമ്മൾ ഇവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ, ബാക്കി ഓഫേഴ്സ്, എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട് എല്ലാം നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് നോക്കാം. ഓക്കെ, ഇതാണ് കൊയിലാണ്ടി ബ്രാഞ്ച് പിട്ടാപ്പള്ളി ഏജൻസിയുടെ മാനേജർ ശരത്തേട്ടൻ. അപ്പോൾ ശരത്തേട്ടനാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം. തീർച്ചയായും. ഓക്കെ, എന്തൊക്കെയാണ് ഓഫേഴ്സ്, എന്തൊക്കെയാണ് പ്രൊഡക്ട്സ്, എന്തൊക്കെയാണ് അറിയാം എല്ലാം പറഞ്ഞില്ല. ഫസ്റ്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മൾ അധിക വാറണ്ടി ചോദിച്ചു വാങ്ങുക. ഓക്കെ, നമ്മൾ വരുമ്പോൾ തന്നെ കണ്ടു ഓഫേഴ്സ് ആണ് കണ്ടത്. ഓഫേഴ്സാണ് കൂടുതൽ ഓഫേഴ്സ് നൽകിക്കൊണ്ടിരിക്കുക. നമ്മൾ മൺസൂൺ ഓഫർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഓഫേഴ്സ് ഉണ്ട്. നമുക്ക് കൂടുതൽ സാധനം പരിചയപ്പെടാം. ഓക്കെ, മറ്റു ഷോപ്പിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്താണ് നിങ്ങളെ പിട്ടാപ്പള്ളി? വ്യത്യസ്തമാക്കുന്ന പ്രൈസ് ഉണ്ട്, ഷുവർ ഗിഫ്റ്റ് ഉണ്ട്, അഡീഷണൽ വാറണ്ടി കമ്പനി കൊടുക്കുന്നതിനെക്കാട്ടി അഡീഷണൽ വാറണ്ടി പിട്ടാപ്പള്ളിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പതിയെ അറിയാം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, പിട്ടാപ്പള്ളിയിൽ നിന്ന് അപ്പോൾ എന്ത് പ്രൊഡക്ട്സ് വാങ്ങിച്ചാലും നമുക്ക് ഫ്രീ ഗിഫ്റ്റ് കൂടി ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഗിഫ്റ്റ്സ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഗിഫ്റ്റ് ഓപ്ഷൻസ് തന്നെയാണ്. പല സൈസിലുള്ള കുറേ ഗിഫ്റ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പിട്ടാപ്പള്ളിയിലെ ഹോബ് ആൻഡ് ചിമ്മിണി സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ കുറേ വെറൈറ്റീസ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാർ ഇതൊന്ന് പറഞ്ഞു തന്നാൽ നമുക്ക്. നമ്മളിപ്പോൾ ചെയ്യുന്ന 2 ബ്രാൻഡാണ്, ഫ്ലെയിംസും ഫാബറും. ഈ 2 ബ്രാൻഡാണ് കസ്റ്റമേഴ്സും കൂടുതൽ ആവശ്യക്കാർ. ഈ 2 ബ്രാൻഡും ചോദിച്ചാൽ കൂടുതൽ പോകുന്നത് രണ്ടും കോമൺ ആയിട്ട് പോകുന്ന ബ്രാൻഡാണ്. അതിൽ കസ്റ്റമർ ചിലപ്പം കസ്റ്റമർ ഡിസൈനൊക്കെ ഇഷ്ടപ്പെടും, വെറൈറ്റി മോഡൽസ്, പിന്നെ അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസങ്ങളുണ്ട്. ഇതിലിപ്പോൾ വരുന്ന പ്യൂർ ഫ്ലെയിംസിൻ്റെ 2 സീരീസിലാണ് വരുന്നത്. ഇത് 60 സീരീസിൽ വരുന്ന മോഡലാണ്. 60 സീരീസിൽ തന്നെ അതിൻ്റെ ചിമ്മിണിയും വരുന്നത് 60ൽ. സെയിം സൈസിൽ തന്നെ നമ്മളിപ്പോൾ 60ൻ്റെ ഹോബാണ് വെക്കുന്നുണ്ടെങ്കിൽ 60ൻ്റെ ചിമ്മിണി നമ്മൾ എടുക്കുക. അതല്ല കസ്റ്റമർക്ക് കിച്ചണിൽ സ്പേസ് ഉണ്ടെങ്കിൽ 90ൻ്റെ ഹോബ് എടുക്കും. അപ്പം തന്നെ നമുക്ക് 90ൻ്റെ ചിമ്മിണി എടുക്കുക. ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഫ്ലാറ്റും ഉണ്ട്, ഇതേപോലെ തന്നെ കർവ് ടൈപ്പും വരുന്നുണ്ട്. നമ്മുടെ 2 സ്റ്റോക്കുള്ള 90ലും കർവ് കിട്ടും, പ്ലെയിനും കിട്ടും. കസ്റ്റമർ ചോയ്സിൽ എടുക്കാം. ഓട്ടോ ഇഗ്നിഷനാണ് ഇതിലെല്ലാം വരുന്ന ഓട്ടോ ഇഗ്നിഷനാണ് കസ്റ്റമർ യൂസിംഗ് ആണ്. പെട്ടെന്ന് ലൈറ്റ് തപ്പി നടക്കണ്ട, തീപ്പടി തപ്പി നടക്കണ്ട, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. ചിമ്മിണി തന്നെ വരുമ്പോൾ ഇതിന്റെ സെക്ഷൻ പവർ എന്ന് പറയുന്നത് 1000 വലിച്ചെടുക്കാന്നുള്ള ഇതിന്റെ ചിമ്മിണിന്റെ പവർ. നമ്മളിത് വെക്കുന്നതും കമ്പനി തന്നെ ഇൻസ്റ്റാളേഷൻ വരിക. അതിനൊരു സൈസ് ഉണ്ട് വെക്കുന്നതിൽ. കുറേ ദൂരത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെക്ഷൻ പവർ വലിച്ചെടുക്കാൻ പറ്റില്ല, ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് പുതിയ മോഡൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഇഗ്നിഷനാണ്. നമുക്ക് കൈകൊണ്ട് തന്നെ സെൻസ് ചെയ്യാൻ പറ്റും. അതാണ് എയറോ മാർക്ക് കൊടുത്ത് കൈകൊണ്ട് സെൻസ് ചെയ്തിട്ട് നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ 1 2 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ മാറും. വേറെ റിമോട്ടും കാര്യങ്ങളൊന്നുമില്ല. ഓഫ് ആക്കാനും കൈകൊണ്ട് തന്നെ സ്കാൻ ചെയ്താൽ മതി. പിന്നെ നമുക്കിവിടെ 2 ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് എന്ത് ചെയ്യും, വുഡിലേക്ക് 2 LED ഓള് കൊടുത്തിട്ടുണ്ട്. കറണ്ട് ഇല്ലെങ്കിലും വർക്ക് ചെയ്യോ? കറണ്ട് ഇല്ലെങ്കിലും അല്ല, കറണ്ട് വേണം. ബാറ്ററിയിലല്ല, ഇത് കറണ്ടില്ല. ഇതാണ് നമുക്ക് ബാറ്ററിയുടെ വരുന്നത്. ഇതിനൊരു വയറുണ്ടാവും ബാക്കിൽ, അത് നമ്മൾ പ്ലഗ് കണക്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ പിട്ടാപ്പള്ളിയിൽ കോംബോ ഓഫറായിട്ട് നമ്മൾ ഈ ചിമ്മിണിയും ഹോബും എത്ര 62,890 രൂപയാണ് ആക്ച്വൽ പ്രൈസ്. അപ്പോൾ നമ്മൾ ഓഫറിൽ 42,800 കൊടുക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു എത്ര ലിറ്റർ ഇത് വരുന്നത്? 6 ലിറ്ററിന്റെ ബിരിയാണി പോട്ട്, അതായത് ഇംപെക്സിന്റെ തന്നെയാണ്, നല്ലൊരു ബിരിയാണി പോട്ട് ഗിഫ്റ്റ് ആയിട്ട് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാത്തിൻ്റെ കൂടെ ഇതുപോലെ വരെ ഓഫേഴ്സും ഗിഫ്റ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ
ഇവിടെ ഇപ്പൊ എന്താ ചെറുതായി എടുത്താലും ഇതേപോലെ തന്നെ ഓഫർ പ്രൈസ് തന്നെയാണ് കൊടുക്കുന്നത്. അതായത് 53,890 വില വരുന്ന കോംബോ ഓഫർ ആണ് 34,800 ഇവർ കൊടുക്കുന്നത് അല്ലേ? ഇതേ ഓഫർ നമ്മള് ഫേവറിൽ കൊടുക്കാം. ഞങ്ങൾ ഇട്ടില്ലെന്ന് മാത്രമേ ഫേവറിൽ കൊടുക്കാം നമുക്ക്. ഇനിയിപ്പോ ഓണൊക്കെ വരുമ്പോ കൊടുക്കാം. ഏതൊക്കെ ബ്രാൻഡ്സ് ഉണ്ട്? ബ്രാൻഡ് ഞങ്ങളിപ്പം ചെയ്യുന്ന പിജിയോൺ ഉണ്ട്, വി-ഗാർഡ്, പ്രീതി, ബട്ടർഫ്ലൈ. ഇതൊക്കെ 2 ബർണേഴ്സിന്റെ ആണ്. സെക്കൻഡ് റയറിൽ വരുമ്പോൾ 3 ബർണർ വരുന്നു. അത് തന്നെ ബട്ടർഫ്ലൈ വരുന്നുണ്ട്, ഗ്രീൻ ഷെഫ് വരുന്നത്. ഇതാണ് നമുക്ക് ഏറ്റവും സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. 3 ബർണർ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ഒരു 3,500 വരുന്നുള്ളൂ. അപ്പൊ 2 ബർണറിലും 3 ബർണറിലും എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആണ്. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഏത് ബ്രാൻഡിലാണ്? ലോ പ്രൈസിൽ ഇപ്പം 3 ബർണർ ഗ്രീൻ ഷെഫ് എന്ന കമ്പനിയാണ് വരുന്നത്. ഓൾറെഡി ഇതിന്റെ പ്രൈസ് വരുന്നത് 6,000 ആണ്. അതായത് ആക്ച്വൽ പ്രൈസ് MRP വരുന്നത്. നിങ്ങൾ കൊടുക്കുന്നത് ഒരു 3,000 കസ്റ്റമേഴ്സ് കൊടുക്കാം. അതായത് 50% ഓഫർ നമുക്ക് കൊടുക്കാം ഗ്രീൻ ഷെഫ്. ഇതിന്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ അതിലൂടെ നമുക്ക് അപ്പച്ചട്ടി കാര്യങ്ങളൊക്കെ കൊടുക്കാം കസ്റ്റമർക്ക്. ഓക്കെ. അപ്പൊ ഗ്ലാസ് ടോപ്പ് കൂടാതെ സ്റ്റീലിന്റെ നോർമൽ നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഗ്യാസ് സ്റ്റൗസ് ഇവിടെ അവൈലബിൾ ആണ് അല്ലെ? അപ്പൊ ഇതിന്റെ കൂടെയും നമ്മൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ 2 ബർണേഴ്സ് ആണോ വരുന്നത് അല്ലെങ്കിൽ ഇതില് 2ഉം 3ഉം ഉണ്ട്. അധിക കസ്റ്റമർ ഇപ്പം ഗ്ലാസ് ടോപ്പ് എടുക്കുന്നത് മോഡേൺ കിച്ചണിലേക്കാ. കൂടാതെ കസ്റ്റമർ നോർമൽ ടൈപ്പ് എടുക്കുന്നുണ്ട്. അതായത് ആദ്യമേ യൂസ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് കിച്ചണിലൊക്കെ ഇപ്പൊ 2 കിച്ചണിലേക്ക് പല വീട്ടിലൊക്കെ ഉണ്ടാകുക. പുറത്തേക്ക് കിച്ചണിലേക്ക് ആൾക്കാർ എടുക്കുന്നുണ്ട്, ഔട്ട് സൈഡിലേക്കൊക്കെ എടുക്കുന്നുണ്ട്. അതിൽ 3 ബർണറും 2 എല്ലാം ഉണ്ട്. ഗ്രീൻ ഷെഫ് ഉണ്ട്, വി-ഗാർഡ് ഉണ്ട്, എല്ലാ ബ്രാൻഡും. ഇതിന്റെ കൂടെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ചെയ്യാ, റൈസ് കുക്കർ, ഫ്രൈ പാന് ഇതെല്ലാം കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും 2 ബർണർ 3 ബർണർ ഗ്യാസ് സ്റ്റൗസ് ആയിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവുക. പക്ഷെ പിട്ടാപ്പള്ളിയിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവര്. അതായത് ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് പുറത്തെ ഫുഡ് ഹോട്ടൽ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഓപ്പൺ സ്പേസിലേക്ക് നമ്മൾ ടൂറൊക്കെ പോകുന്ന ടൈമിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്, കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. അതായത് നോൾട്ടയുടെ, അതായത് സ്പെഷ്യൽ ബ്രാൻഡ്, അതായത് നല്ലൊരു ബ്രാൻഡായ നോൾട്ടയുടെ തന്നെ ഒരു സിംഗിൾ ബർണർ ഗ്യാസ് സ്റ്റൗ ഇവിടെ ഉണ്ട്. അപ്പൊ ആക്ച്വൽ പ്രൈസ് വരുന്നത് 2,500 വരുന്ന ഗ്യാസ് സ്റ്റൗ ഒരു ബിലോ 2,000 നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. അപ്പോൾ യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, ഓപ്പൺ സ്പേസിൽ ഇരുന്ന് കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റും ഇവിടെ പിട്ടാപ്പള്ളിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ കുറേ അടിപൊളി ക്യൂട്ടായിട്ടുള്ള കപ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ഡിസൈൻസിൽ, പല സൈസിൽ, നല്ല ക്യൂട്ടായിട്ട് നല്ല വേർഡ്സ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു അടിപൊളി കപ്സ് ഒരുപാട് ഇവിടെ അവൈലബിൾ ആണ്. സെറാമിക് ആയിരിക്കും അല്ലേ? സെറാമിക്സിന്റെ ഒരുപാട് കപ്പ്. അത് കൂടാതെ എന്താ സെറ്റ് ആയിട്ടല്ലേ ജഗ് ആൻഡ് ഗ്ലാസ് വരുന്ന സെറ്റ്സ്. അത് വരുന്നത് 9 പീസാണ് വരുന്നത്. 21 പീസിന്റെ ഗ്ലാസ് ജഗ്ഗും കൂടി വരും. പിന്നെ 20 പീസിന്റെ നോൾട്ടൻ തന്നെ വരുന്നുണ്ട്. ഒരു ഡൈനിങ് ടേബിളിലേക്കുള്ള എല്ലാ ഐറ്റംസും വരുന്നുണ്ട്. ചെറിയ ബൗൾ വരുന്നുണ്ട്, വലിയ ബൗള്, ചെറിയ പ്ലേറ്റ്, വലിയ പ്ലേറ്റ്, കപ്പും കൂടി വരുന്നുണ്ട്. ഇതിനെങ്ങനെ റേറ്റ് വരുന്നത് നോൾട്ടന്റെ? അത് 3,000 രൂപ വരും. 3,000 ഓഫർ കഴിച്ചു. 21 സെറ്റിന്റെ. അതായത് 21 ഐറ്റംസ് ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഫ്രിഡ്ജിന്റെ കളക്ഷൻസ് ആണ്. അതായത് സിംഗിൾ ഡോർ ആൻഡ് ഡബിൾ ഡോറിൽ വരുന്ന ഒരുപാട് ഫ്രിഡ്ജിന്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് കളർ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ പ്ലെയിനായി ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നല്ല നല്ല കളേഴ്സിലല്ലേ? ഇപ്പോൾ കളർ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ നല്ല കളേഴ്സ് ഇവിടെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെയൊക്കെ കാണുമ്പോൾ ഒരു വെറൈറ്റി തോന്നുന്നുണ്ട് അല്ലേ? സിംഗിൾ ഡോറിൽ തന്നെ പുറമേ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പണ്ടത്തെ ഫ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഐസ്, സിംഗിൾ ഡോർ എല്ലാത്തിലും ഐസ് കട്ട പിടിക്കും. ഓട്ടോ ഡീഫ്രോസ്റ്റ് അല്ല, ഡബിൾ ഡോർ ആണ് ഓട്ടോ ഡീഫ്രോസ്റ്റ്. ഇതിലാകുമ്പോൾ നമുക്ക് പണ്ടത്തെ ഇപ്പോഴും ഉള്ള സിംഗിൾ ഡോറിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു നോബ് കാണാം, കൂടിയും കൂട്ടിയും കുറയ്ക്കുന്നത്. അതിൽ നമ്മൾ പ്രസ് ചെയ്യണം, ഐസ് കട്ട ആയി കഴിഞ്ഞാൽ റിമൂവ് ആണ്. ഇതിലാകുമ്പോൾ നമുക്ക് പുറമേ തന്നെ സെൻസ് ചെയ്യാൻ പറ്റിയ മോഡലാണ്. ഇവിടെ തന്നെ മെൻഷൻ ചെയ്യും ഡീഫ്രോസ്റ്റ് 3 സെക്കൻഡ് എന്നുള്ള. അതായത് ഇവിടെ ഡിസ്പ്ലേയിൽ വരുമോ? ആ ഡിസ്പ്ലേയിൽ വരും. കട്ട പിടിച്ചാൽ നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസ് റിമൂവ് ആവും. വാട്ടർ നേരെ ബാക്ക് ട്രൈയിലേക്ക് പോവുക. പിന്നെ കൂളിംഗ് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രിഡ്ജ് തുറക്കാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൂളിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് മൺസൂൺ സമ്മർ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിത്ത് ട്രേ വരുന്ന മോഡലോടെയാണ്. നമുക്ക് സ്റ്റോറേജ് ഹാർഡായ ഐറ്റംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ ഇതിൽ സ്റ്റോർ ചെയ്യാൻ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്.
എഗ്ഗ് വെക്കാനൊക്കെയാണ് സെപ്പറേറ്റ് തന്നെ ട്രേ കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ മോളിലൊക്കെ അതിനൊരു സെപ്പറേറ്റ് വേഗം നമുക്ക് ഇവിടെ വെക്കണം. വന്നിട്ടുണ്ട്. നമുക്ക് 1 ലിറ്ററിന്റെ ബോട്ടിൽ ഒരു 4-5 വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെജിറ്റബിൾ ട്രേക്കും സ്റ്റോറേജ് ഉള്ള ഒരു മോഡലാണ്. പിന്നെ ഫ്രീസറും അത്യാവശ്യം ആൾക്കാർക്ക് ഫ്രീസറാണല്ലോ ഇപ്പം വേണ്ടേ. കൂടുതൽ ഫിഷ് ചിക്കനൊക്കെ വെക്കാം ഫ്രീസർ സൗകര്യം വേണം. ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി EMI സൗകര്യം ഉള്ളതിനെ കൊണ്ട് കസ്റ്റമർക്ക് സിംഗിൾ ഡോറിന് ഡബിൾ ഡോറിലേക്ക് പോകാൻ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. EMIൻ്റെ കൂടെ ചിലപ്പോൾ ഒരു 400-500 അധികം വരും. ഡബിൾ ഡോറിലേക്ക് പോകാണെങ്കിൽ മെയിൻ കസ്റ്റമർക്കുള്ള ഗുണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്രീസർ കട്ട പിടിക്കില്ല, ഓർഡർ മിക്സ് കാര്യം ഉണ്ടാവില്ല. താഴെ നമ്മൾ ബോട്ടിൽ വെള്ളം വെക്കുകയാണെങ്കിൽ മീനിൻ്റെ ചിക്കൻ്റെയോ ഈ ഒരു ചോയ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. അതിൽ തന്നെ ഡബിൾ ഡോറിൽ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഇതേ ഫീച്ചേഴ്സിൽ വന്നിട്ടുണ്ട് മോഡൽ. ഇതൊക്കെ പ്ലെയിനിൽ വരുന്ന അതൊക്കെ പ്ലെയിനിൽ വരുന്ന മോഡൽസ്. അതിൽ നമുക്ക് പ്രിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊരു അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കൂൾ പാക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതൊരു ലിക്വിഡാണ്. ഈ കൂൾ പാക്ക് നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ അവിടെ ലൈനിൽ എന്തെങ്കിലും വർക്ക് നടക്കുകയാണ്, കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ച ചിക്കനോ മീനോ 10 മണിക്കൂർ വരെ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും ഈ ഐറ്റംസ്. കൂൾ പാക്ക് ഇതാണ് സാധനം അല്ലാതെ ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് വെജിറ്റബിൾ ട്രയലാണ് വെക്കണമെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് വെജിറ്റബിൾ ട്രയൽ വെക്കാം. ഈ ഒരു കൂൾ പാക്ക് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ റേഞ്ച് എങ്ങനെയാ വരുന്നത്? റേഞ്ച് ഒക്കെ ആകുമ്പോൾ ഒരു 28,000 ആ റേഞ്ചിലൊക്കെ വരുന്നത് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. അതിൽ കുറഞ്ഞ മുകളിലാണെങ്കിൽ നമുക്കുണ്ട് കാൽവിനേറ്റർ എന്ന കമ്പനി വരുന്നുണ്ട്. 20,000 റേഞ്ചിലേ വരുന്നുള്ളൂ. അതായത് 16-17 റേഞ്ചിലൊക്കെ എടുക്കുന്ന കസ്റ്റമർക്ക് സിംഗിൾ ഡോറ് ബെറ്റർ ചോയ്സ് ആണ് ഡബിൾ ഡോർ. അപ്പോൾ നമ്മൾ ഓൾറെഡി സിംഗിൾ ഡോർ ഡബിൾ ഡോർ ഫ്രിഡ്ജ് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, സൈഡ് ബൈ സൈഡ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ആരായിരിക്കും? അങ്ങനെയല്ല, കസ്റ്റമർ കൂടുതൽ സ്റ്റോറേജ് വേണ്ട കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വൺ സൈഡ് മൊത്തം ഫ്രീസർ സെക്ഷനാണ് വരുന്നത്. കൂടുതൽ ഫ്രീസർ ആവശ്യമുള്ള കൂടുതലുള്ള ആൾക്കാർക്ക് നമുക്ക് ഫ്രീസറിൽ ഇത്രയും സ്റ്റോറേജ് വരുന്നുണ്ട്. സെക്ഷൻ മൊത്തം ഫ്രീസറാണ്. ഫ്രീസർ വേണമെങ്കിൽ ഫ്രീസർ മാത്രം തുറന്നാൽ മതി, ഫ്രിഡ്ജിനാണെങ്കിൽ ഫ്രിഡ്ജ് സെക്ഷൻ മാത്രം തുറന്നാൽ മതി. ഇത്രയും ഫ്രിഡ്ജിന്റെ സെക്ഷനും വരുന്നു. നമുക്ക് ഒരുപാട് ഐറ്റംസ് വെക്കാൻ പറ്റും. ഇവിടെ അത്യാവശ്യം നമുക്ക് ഡോറിന് മൂഡ് അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള മോഡലാണ്. ഇതെങ്ങനെയാ ഓഫറിൽ വരുമ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് 1,35,000 പ്രൈസ് വരുന്നത്. നമുക്കൊരു 89 വരെ കസ്റ്റമർക്ക് ഓഫർ കൊടുക്കാം. ഇതും 10 ഇയർ കംപ്രസർ വാറന്റിയുള്ള മോഡലാണ്. മെറ്റാലിക് ഫിനിഷിംഗ് വരുന്ന മോഡലാണ്, പെയിന്റിംഗ് അല്ല, മെറ്റാലിക് ഫിനിഷിംഗ് വരുന്ന മോഡലാണ്. കളറിലും വരുന്നുണ്ട്. നമുക്ക് ഇതിൽ തന്നെ കൂടിയ മോഡൽസ് ഉണ്ട്. 1 lakh, 2 lakh, 3 lakh വരെ വരുന്നുണ്ട്. കാരണം ഇവിടെ LED ഡിസ്പ്ലേ ഒക്കെ വരുന്ന മോഡൽസ് ഉണ്ട്, ഐസ് വരുന്ന മോഡൽ ഉണ്ട്, ഐസ് വാട്ടർ വരുന്ന മോഡൽസ് ഉണ്ട്. ഒക്കെ നമുക്ക് കസ്റ്റമർക്ക് ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ വീൽ ടൈപ്പ് വരുന്ന മോഡലാണ്. നമുക്ക് എന്ത് ചെയ്യാം, വീട് തള്ളിക്കൊണ്ടാൻ പറ്റും കാര്യം, ഈസി ആയിട്ട്. അപ്പോൾ കസ്റ്റമർക്ക് മൂവി കിച്ചണിലൊക്കെ എന്തെങ്കിലും ക്ലീനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രോളി ടൈപ്പാണ് ഇത് വരുന്നത്. ഇതിന് തന്നെ ഒരു അഡീഷണൽ കസ്റ്റമർ നമ്മൾ ഓഫർ കൊടുത്തിട്ടുണ്ട്. പാനാസോണിക് സൈഡ് ബൈ സൈഡ് 1,10,000 റേഞ്ച് വരുന്ന സാധനമാണ്. വെറും കസ്റ്റമർക്ക് 69,900 നമ്മളിത് കൊടുക്കുന്നത്. സാധാരണ ഒരു 450 ലിറ്റർ എടുക്കുന്ന കസ്റ്റമർക്ക് ഏകദേശം 56 ആ റേഞ്ച് വരും. ആ ഒരു കസ്റ്റമർക്ക് ചെറിയൊരു എമൗണ്ട് കൂട്ടുകയാണെങ്കിൽ ഇത്രയും സ്പേസിൽ പാനാസോണിക്കിൽ കിട്ടും. ഇതിന് EMI അവൈലബിൾ ആണ്. 0 സ്കീം കൊടുക്കാം കസ്റ്റമർ. ഒരു 1 ഇയറിലേക്ക് EMI ഇട്ട് കൊടുക്കാം. ചെറിയൊരളവ് വരും കസ്റ്റമർ. അപ്പൊ ഈ ഒരു മോഡലിന്റെ റേറ്റ് വരുന്നത് 1,35,000 സംതിങ് ആണ്. പക്ഷെ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് 89,000-നാണ്. അപ്പൊ 89,000 താങ്ങൂലെങ്കിൽ അല്ലെ, ആ ഒരു ബഡ്ജറ്റ് നമുക്ക് അഫോർഡബിൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓഫർ പ്രൈസിൽ വേറൊരു മോഡൽ കൂടി ഇവിടെ അവൈലബിൾ ആണ്. 69,900 നമുക്ക് ഈ ഒരു ഫ്രിഡ്ജ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഫ്രിഡ്ജും അത്യാവശ്യം നല്ല സ്പേസോടുകൂടി തന്നെ വരുന്നതാണ്. സൈഡ് ബൈ സൈഡ്, അതായത് വൺ സൈഡ് കംപ്ലീറ്റ് ഫ്രീസർ ഓപ്ഷൻ, പിന്നെ അതർ സൈഡ് നോർമൽ ഫ്രിഡ്ജിന്റെ ഓപ്ഷൻസ് വരുന്നത്. അപ്പൊ AC-യുടെ ഒരുപാട് ബ്രാൻഡിന്റെ കുറെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാ വീട്ടിലും ഇപ്പോൾ AC നിർബന്ധമായിട്ട് വന്നിരിക്കുന്ന ഒരു കാലഘട്ടമായി മാറിയിട്ടുണ്ട് അല്ലെ, ചൂട് അത്രയും ഉണ്ട്. അപ്പൊ നല്ല ഓഫറിലാണ് ഇപ്പൊ ഇവര് AC കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് AC യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇപ്പൊ പറഞ്ഞു തരും അല്ലേ? AC നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റൂമിന്റെ സ്പേസ് അനുസരിച്ച് നമ്മൾ AC എടുക്കാം, റൂമിന്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച്. ഓക്കെ, നമ്മൾ വലിയ റൂമിലേക്ക് ചെറിയ AC വെക്കുകയാണെങ്കിൽ റൂം തണുത്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ കൂളിംഗ് കിട്ടില്ല. നമ്മളൊരു 10 130 സ്ക്വയർ ഫീറ്റ് വരെയാണ് 110 AC. 110 AC എന്ന സെലക്ഷനാണ് ഇത് കാണുന്നത്. 130 ഒരു 140 വരെ സ്ക്വയർ ഫീറ്റ് ആണ് 1.5 വെക്കാം. 180 സ്ക്വയർ ഫീറ്റ് വരെയാണ് 210. റൂമിന്റെ സ്പേസ് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ AC സെലക്ട് ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ എങ്ങനെ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ? റേഞ്ച് കസ്റ്റമർക്ക് അനുയോജ്യമായ എല്ലാ പ്രൈസിലും ഉണ്ട്. ഈ ബ്രാൻഡിനനുസരിച്ചാണ് ഇതിന്റെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ റേറ്റും ചേഞ്ച് ആവും. ഓക്കെ, ബ്രാൻഡിനനുസരിച്ച് ഓരോരോ ഫീച്ചേഴ്സിനും വ്യത്യാസം ഉണ്ടാവും. ഓരോ കമ്പനിക്ക് ഓരോരോ ഫീച്ചേഴ്സ് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് നോർമൽ റേറ്റിലൊക്കെ ഒരു ഗോദ്രേജ് ഒക്കെ വരുന്നുണ്ട്. 41,900 നമുക്ക് 28,900 ആ റേഞ്ച് വരും ഗോദ്രേജ്. പിന്നെ LG ആണെന്നുണ്ടെങ്കിൽ ഒരു 30,900 ഒരു LG. പിന്നെ നമുക്ക് ബ്ലൂ സ്റ്റാർ കൂടുതൽ മൂവ് ചെയ്യുന്ന ബ്രാൻഡ് ഏതാ AC-യിൽ? എല്ലാ റേഞ്ചും കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക്. കാരണം എല്ലാ കസ്റ്റമറും ഒരുപാട് ബ്രാൻഡ് ചോദിച്ചു വരുന്ന കസ്റ്റമറാണ്. ബ്ലൂ സ്റ്റാർ പോകുന്നുണ്ട്, LG പോകുന്നുണ്ട്. എങ്ങനെ ഇതിന്റെ സർവീസസ് എങ്ങനെ കൊടുക്കും? സർവീസ് എല്ലാം ഇൻസ്റ്റാളേഷൻ അതായത് കമ്പനിയാണ്. നിങ്ങൾ ഏതാണോ ബ്രാൻഡ് വാങ്ങുന്നത് ആ ബ്രാൻഡിൽ നിന്ന് വന്നിട്ടാണ് കമ്പനി ഇൻസ്റ്റാൾ ചെയ്യുക. കസ്റ്റമർക്ക് ഫുൾ കവർ വാറണ്ടി 1 ഇയറും ഔട്ട്ഡോർ യൂണിറ്റ് പുറത്തെ കംപ്രസറിന് 10 ഇയറാണ് വാറണ്ടി വരുന്നത്. 1 ഇയർ കസ്റ്റമർക്ക് 2 ഫ്രീ സർവീസ് ഉണ്ടാവും. കസ്റ്റമർ 6 മാസം കൂടുമ്പോൾ ഒന്ന് വിളിച്ച് നമ്മൾ അഡ്രസ് ചെയ്താണ്. അത് കഴിഞ്ഞാൽ നമ്മളിപ്പോ കസ്റ്റമർ ഒരു AC വാങ്ങിച്ച് എപ്പോഴേക്കും നമ്മൾ സർവീസ് ചെയ്യണം? അപ്പോൾ അതന്നെ 1 ഇയറിൽ 2 ഫ്രീ സർവീസ്. അല്ല, ആ ഫ്രീ സർവീസ് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർക്ക് 1 ഇയറിൽ ഒന്ന് ചെയ്താൽ മതി. ഒരു ഫുൾ കവർ സർവീസ് ചെയ്യാം. ആദ്യത്തെ 2 സർവീസ് എന്ന് പറഞ്ഞെങ്കിൽ ജസ്റ്റ് ഫിൽറ്റർ ക്ലീനിങ് മാത്രമേ ഉണ്ടാവും. 1 ഇയർ കഴിഞ്ഞിട്ട് ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ എല്ലാ ഫിൻ എന്ന് പറഞ്ഞ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും, ഔട്ട്ഡോർ യൂണിറ്റ് ക്ലീൻ ചെയ്യും. ഓക്കെ, അപ്പോൾ AC കുറെ കാലം ലാസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് നമ്മൾ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയില്ല, ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യും, ടയർ ചെക്ക് ചെയ്യും, അതേമാതിരി തന്നെ AC കറക്റ്റ് സർവീസ് ചെയ്യുക. പിന്നെ കൂടാതെ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വരുന്ന എല്ലാ AC നോക്കാം, ഇൻവേർട്ട് ടെക്നോളജി, ഡ്യൂൽ ഇൻവേർട്ട് ടെക്നോളജി കാണിക്കുന്നുണ്ട്. ഇൻവേർട്ട് ടെക്നോളജി എല്ലാവരും AC വാങ്ങാൻ മടിക്കുന്നത് കറണ്ട് ബില്ല് കൂടുമെന്ന് വിചാരിച്ചില്ല. പണ്ടത്തെ മോഡലൊക്കെ AC കട്ട് ഓഫ് ആയി റീസ്റ്റാർട്ട് ചെയ്യും. ഒരു എക്സാമ്പിൾ 1000 വാട്ട്സ് എടുക്കുന്ന AC ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് 1000 വാട്ട്സ് എടുക്കും, കട്ട് ഓഫ് ആവും. കട്ട് ഓഫ് ആയി റീസ്റ്റാർട്ട് ചെയ്യുന്നതും 1000 വാട്ട്സിന് എടുക്കാം. ഇപ്പോഴത്തെ AC സ്റ്റാർട്ടിങ് എടുക്കുന്ന വാട്ട്സ് അല്ല റൂം കൂളായി കഴിഞ്ഞാൽ കുറഞ്ഞ 400 വാട്ട്സിൽ AC കൺവേർട്ട് ആയിട്ട് കുറഞ്ഞ പവറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ബില്ലും കുറവായിരിക്കും. കമ്പനി വാറണ്ടി കൂട്ടി 10 ഇയർ കംപ്രസർ വാറണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് കംപ്രസറിന്റെ ലൈഫും കൂടി. അത്യാവശ്യം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കസ്റ്റമേഴ്സിന് തന്നെ സർവീസ് ചെയ്യാൻ പറ്റും. സർവീസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇവിടെ കഴിച്ച് 2 ഫിൽറ്റർ മാത്രം കഴിച്ചെടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഡസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യാൻ ചെയ്യാം. അതിലിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന LGയിലാണ് നമുക്ക് ഡസ്റ്റ് ക്ലീൻ ചെയ്യാൻ ജസ്റ്റ് മുകളിൽ മാത്രം ഈ ഫിൽറ്റർ മാത്രം കഴിച്ചെടുക്കാം. ഇതിലാണ് ഡസ്റ്റ് ഉണ്ടാക്കുക. ജസ്റ്റ് വാട്ടർ ചെയ്ത് ക്ലീൻ ചെയ്താൽ മതി. വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമില്ല, നമുക്ക് തന്നെ കഴിച്ച് ഇവിടെ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പൊ കറണ്ട് ബില്ല് കുറക്കണം എന്നുള്ളവരാണെങ്കിൽ അല്ലെ, എല്ലാവരും കറണ്ട് ബില്ലിനെ പേടിച്ചിട്ടാണ് AC നമ്മള് പിന്നെ യൂസ് ചെയ്യാണ്ട് നിൽക്കുന്നത്. അപ്പൊ കറണ്ട് ബില്ലിനെ പേടിക്കാതെ നമുക്ക് AC യൂസ് ചെയ്യാനാണെങ്കിൽ ഓണാക്കുന്ന സമയത്ത് ഒരു 24-ൽ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ ഒരു 27, 28 ടെമ്പറേച്ചറൊക്കെ ഒന്ന് റെഡിയായി വന്നാലും, ഒരു റൂം ടെമ്പറേച്ചറൊക്കെ റെഡിയായി കഴിഞ്ഞാൽ ഒരു 27, 28 വരെ മോർണിംഗ് വരെ, അതായത് നമ്മൾ ഉറങ്ങി എണീക്കുന്നത് വരെ യൂസ് ചെയ്താൽ നമുക്ക് കറണ്ട് ലാഭിക്കാൻ പറ്റും. സെക്ഷനിൽ നോക്കിയപ്പോൾ കണ്ട ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഓപ്പോയുടെ F27 Pro Plus എന്ന് പറഞ്ഞ പുതിയൊരു എഡിഷൻ. അതായത് വാട്ടർ പ്രൂഫ് ആണ്. അതായത് വെള്ളത്തിൽ വീണാൽ ഒന്നും സംഭവിക്കില്ല. സാധാരണ നമ്മൾ വാച്ചിലൊക്കെയാണ് വാട്ടർ പ്രൂഫ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോണിലും വാട്ടർ പ്രൂഫ് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഫോൺ എടുത്ത് വെള്ളത്തിലിട്ട് എന്ന് പറഞ്ഞാലും ഒന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 34,999 ആക്ച്വൽ പ്രൈസ്. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നമുക്കിത് സ്പെഷ്യൽ ഓഫർ ഉണ്ട്. അതായത് 29,999 ഇത് കൊടുക്കുന്നത്. അതായത് 8 GB റാമും 256 സ്റ്റോറേജ് സ്പേസിൽ വരുന്ന സ്പെഷ്യൽ ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു സ്പെഷ്യൽ ഫീച്ചറാണ് 360° ആർമർ പ്രൊട്ടക്ഷൻ ഉള്ളത്. അതായത് ഏത് രീതിയിൽ താഴേക്ക് വീണാലും ഇതിൻ്റെ ഗ്ലാസ് ഒന്നും പൊട്ടില്ല എന്നുള്ളത് ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സാണ്. അപ്പോൾ ഡയറക്റ്റ് ഫുൾ റെഡി ക്യാഷിൽ നമുക്ക് വാങ്ങാൻ പറ്റില്ലെങ്കിൽ EMI കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ പിട്ടാപ്പള്ളിയിൽ നമ്മൾ ഫ്രീ ഡെലിവറി കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് സാധനം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഒട്ടും പേടിക്കേണ്ട. നമുക്ക് വണ്ടി ഇല്ലാത്തവർക്കാണെങ്കിലും വീട്ടിൽ നമ്മൾ നമ്മുടെ റൂമിൽ എത്തിച്ചേരും സാധനങ്ങൾ. അപ്പോൾ ഫ്രീ ഡെലിവറി കൂടി നമ്മളെ പിട്ടാപ്പള്ളി ഒരുക്കിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, പിട്ടാപ്പള്ളി ഏജൻസിയിൽ പ്രോഡക്ട്സിനെ പറ്റിയുള്ള നിരവധി ഓഫറുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് ഓഫേഴ്സ് ഇവിടെ വരാനുണ്ട് ഓണത്തോടനുബന്ധിച്ച്, അല്ലേ ജിനു? അതെ, അപ്പോൾ ഓണത്തിനാണ് മിക്കവാറും എല്ലാവരും ഇലക്ട്രോണിക് സാധനങ്ങളും വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് ഓഫേഴ്സ് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതിൽ കൂടുതൽ ഓഫേഴ്സ്, ഇതിൽ കൂടുതൽ പ്രൊഡക്ട്സുമായിട്ട് പിട്ടാപ്പള്ളി റെഡിയായി വരുവാണ് ഓണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇത്തവണത്തെ ഓണം പിട്ടാപ്പള്ളിയുടെ കൂടെ ആവട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും ഷെയർ ചെയ്തിട്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും ഇനിയും കാണാം. എല്ലാവർക്കും ബൈ.